വേദിയിലെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, സമയം വളരെ വൈകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷഫീഖ് മാഷിക്കും സഫിയ ടീച്ചർക്കൊക്കെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു നിർത്താം. ഞാൻ ഷഫീഖ് മാഷ് 1990-ലും ഞാൻ 91-ലുമാണ് എത്തിങ്ങാന സ്കൂളിൽ ജോയിൻ ചെയ്തത്. ഷഫീഖ് മാഷ് എപ്പോഴും, ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ളത്, ഷഫീഖ് മാഷ് എപ്പോഴും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ബ്രാൻഡഡ് ശൈലി കൊണ്ടുവരുന്ന ആളാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്കറിയാം. സാധാരണ ഒരു സ്കൂളിന് വാർഷികാഘോഷം എന്ന് മാത്രമേ പറയാറുള്ളൂ. നമ്മുടെ സ്കൂളിൽ വർഷങ്ങളായിട്ട് മാമാങ്കം എന്നുള്ളൊരു ബ്രാൻഡിലാണ് നമ്മുടെ സ്കൂളിനെ ഈ പരിപാടികളൊക്കെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ മയിൽപ്പീലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, 2001 റംസാൻ, അന്നൊക്കെ സ്കൂള് റംസാന് വേണ്ടി അടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം ആ സമയത്ത് പഠനത്തിനൊരു ഗ്യാപ്പ് വരും. അത് നികത്താൻ വേണ്ടിയിട്ട് അവധിക്കാല പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കും. അത് തുടക്കത്തിൽ തുടങ്ങിയ സമയത്ത് അതിന് പമ്പരം എന്നുള്ള പേരായിരുന്നു മാഷ് നൽകിയിരുന്നത്. പിന്നീട് അത് കളിമുറ്റം എന്ന പേരിലാവുകയും എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യം, അന്ന് അത് 2001 നവംബർ മാസത്തിൽ ഒരു മാസക്കാലത്തോളം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്രമായ മാതൃഭൂമിയിൽ ഓരോ ആഴ്ചയിലും നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ അച്ചടിച്ചു വന്നിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പത്രത്തില് ഒരു ഏറ്റവും ചെറിയൊരു LP സ്കൂളിന്റെ അവധിക്കാല പ്രവർത്തനങ്ങൾ അച്ചടിച്ചു വരിക എന്ന് പറഞ്ഞാല് മാഷ ആ പ്രവർത്തനങ്ങൾ ആ പത്രത്തിലേക്ക് കൊണ്ടുവരാൻ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെയധികം എനിക്ക് പലപ്പോഴും മാഷെ കുറിച്ച് തോന്നിയിട്ടുള്ളത്, മാഷ് ശരിക്കും ഒരു അധ്യാപകനോ ഹെഡ് മാഷോ ആവേണ്ട ആളല്ല. വലിയ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂലേ, വല്ല CEO അങ്ങനെയൊക്കെ ആയി പോകേണ്ട ആളാണ്. വെറും ഇവിടെ സ്കൂളിന്റെ ഒരു HM ആയിട്ട് ഇരുന്നിട്ട് പോവേണ്ട ആളല്ല ശരിക്കും ഷഫീഖ് മാഷ്. ഇനിയും മാഷിക്ക് അതിന് കഴിയും. ഒരു പക്ഷേ അടുത്ത വർഷങ്ങളിൽ നമ്മളൊക്കെ കേൾക്കും, മാഷ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഒരു മികച്ച ആളായിട്ട്, അല്ലെങ്കിൽ അതിന്റെ CEO മാനേജറോ ഒക്കെ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതേപോലെ തന്നെ സഫിയ ടീച്ചർ ഇപ്പോൾ ഒരു LPST ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ പഠന കാര്യത്തിലും എല്ലാത്തിലും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ്. അതേപോലെ തന്നെ സഫിയ ടീച്ചർക്കും ഇപ്പൊ ഷഫീഖ് മാഷ് ശരിക്കും 3 വർഷം HM ആയിട്ടുള്ളൂ, 2023 മുതൽ 26 വരെ. സഫിയ ടീച്ചർ 2006 മുതൽ 10 വരെ ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെഡ് മാസ്റ്റർ കാലയളവ് ഉള്ളത് സഫിയ ടീച്ചർക്കാണ്. ഇപ്പൊ സഫിയ ടീച്ചർ ഒരു ഹെഡ് മാഷാണ്. ആ പ്രവർത്തന സമയത്തും വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. വളരെ ഉത്സാഹത്തിൽ സന്തോഷത്തിൽ. കാരണം നിങ്ങൾ ഇപ്പോഴും രണ്ടുപേരും വളരെ ചുറുചുറുക്കോടെയാണ് ഇരിക്കുന്നത്. എനിക്കും ഒരു വലിയ സന്തോഷം തോന്നിയത്, യാദൃശ്ചികമാണെങ്കിലും ഞങ്ങൾ 3 പേരും അടുത്തടുത്ത് തന്നെ ഇരിക്കാൻ പറ്റി എന്നുള്ളതും ഒരുപക്ഷെ ഞങ്ങളുടെ മനസ്സിന്റെ നല്ല പൊരുത്തം കൊണ്ടായിരിക്കും. താങ്ക് യു സമദ് മാഷ്. അടുത്തായി LP സ്കൂൾ PTA പ്രസിഡന്റ് ഷമീർ സർ 2 വാക്ക്. അതിനുശേഷം സഫിയ ടീച്ചറുടെയും ഷഫീഖ് മാസ്റ്ററുടെയും മറുപടി പ്രസംഗം, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറുപടി പ്രസംഗം ഉണ്ടായിരിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ, ഉദ്ഘാടന പ്രസംഗിക്കൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷംസുക, മുഖ്യപ്രഭാഷണം നടത്തിയ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അജ്മൽ, ഈ പരിപാടിയിൽ ആശംസയർപ്പിച്ച വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരനായ മെമ്പർ PK മുബഷീർ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് തുള്ളിശ്ശേരി, വേദിയിലിരിക്കുന്ന സബാഹ് മാസ്റ്റർ, കരീമാക്ക, ഷിഹാബ് എലൈവ്, ഷിയാബ് മാസ്റ്റർ, സമദ് മാസ്റ്റർ, മേരി ടീച്ചർ, വിശിഷ്ട വ്യക്തികളെ, ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നു, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി ഈ സ്കൂളിന്റെ താങ്ങും തണലുമായ ഷഫീഖ് മാസ്റ്റർ, 1 വർഷക്കാലമായിട്ട് ഞാൻ LP സ്കൂളിലെ PTA പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും നിരന്തരം ഈ വിദ്യാലയത്തിന് വേണ്ടി, വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ PTA കൂടാതെ ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് ഷഫീഖ് മാസ്റ്റർ. 3.5 പതിറ്റാണ്ട് കാലത്തെ തൻ്റെ അധ്യാപക ജീവിതം അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും
വണ്ടൂർ യത്തീംഖാന സ്കൂളിന്റെ നികത്താനാവാത്ത നഷ്ടമാണ് ഷഫീഖ് മാസ്റ്റർ എന്ന് പറയാതെ വയ്യ. നിരന്തരം ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ അരനൂറ്റാണ്ട് പിന്നിടുന്ന യത്തീംഖാന സ്കൂളിന്റെ പ്രവർത്തനം ഈ 50-ാം വർഷം നടക്കുന്ന സമയത്ത് 50 പരിപാടികൾ നടത്തണമെന്ന് നമ്മൾ ആലോചിച്ചു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് 50 പരിപാടികൾ നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഷഫീഖ് മാസ്റ്റർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തീർച്ചയായും 50-ാം വാർഷികത്തിന്റെ ഭാഗമായി 50 പരിപാടികൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിമാനയാത്ര അതുപോലെ തന്നെ നിരവധി പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ സ്കൂളിന്റെ യശസ്സുയർത്തിയ ഷഫീഖ് മാസ്റ്റർക്കും അതുപോലെ തന്നെ സഫിയ ടീച്ചർക്കും ഭാവി കാലം ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സമീർ സാർ. 2 വാക്കിൽ ആശംസ. UP സ്കൂൾ PTA പ്രസിഡന്റ് അലവിക്കുട്ടി, അതിനുശേഷം ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സഫീർ. പ്രിയമുള്ളവരെ, വേദിയിലും മറ്റും ഉപേക്ഷിതരായ പ്രിയപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥികളെ, കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് വൈകി. നമ്മൾ ഉദ്ഘാടന ചടങ്ങും ഈ യാത്രയപ്പും 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ്. കറക്റ്റ് 9:10 തുടങ്ങി 10:10 ഇനിയൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട ഷഫീഖ് മാസ്റ്റർക്കും സഫിയ ടീച്ചർക്കും എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അലവിക്കുട്ടി സാർ. അടുത്തായി ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സഫീർ. പ്രിയമുള്ളവരെ, ഈ പരിപാടിക്ക് ഹൈസ്കൂളിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ സ്നേഹമായി നമ്മുടെ സഫീഖ് മാഷുക്കും സഫിയ ടീച്ചർക്കും എല്ലാവിധ ഭാവുകൾ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ആശംസകൾ എല്ലാവർക്കും. അടുത്തതായി മജീദ് മാഷ് 2 വാക്ക്. അതിനുശേഷം മുബാറക് മാഷ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരനായ ഷഫീഖ് മാഷും അതുപോലെ തന്നെ സഫിയ ടീച്ചറും പിരിഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ ഒരു സമ്പത്താണ്. ഞാനിപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ മുമ്പ് ഞാനിവിടുന്ന് പഠിപ്പിച്ച 2 കുട്ടികൾ കൊണ്ടുപോയി പൈനാപ്പിളിൻ്റെ ഒരു പീസൊക്കെ വാങ്ങി തന്നിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതാണ് അധ്യാപകർക്കുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഷഫീഖ് മാഷെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും 2 വാക്ക് പറയേണ്ടതുണ്ട്. കാരണം ഷഫീഖ് മാഷ ബാപ്പയും ഞാനും ഒന്നിച്ച് ജോലി ചെയ്ത ആളുകളാണ്. അതോടൊപ്പം തന്നെ ഷഫീഖ് മാഷും ഞാനും ഒന്നിച്ച് ജോലി ചെയ്ത ആളുകളാണ്. അങ്ങനെ വെച്ച് പരിശോധിക്കുമ്പോൾ വലിയൊരു അഭേദ്യ ബന്ധം ഞാനും മാഷുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം അധ്യാപന രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളും പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം സമ്പുഷ്ടമാക്കുന്നതിന് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കുട്ടികളിലേക്ക് ട്രാൻസാക്ട് ചെയ്യുന്നതിൽ അതീവ കഴിവുള്ള ഒരു അധ്യാപകരാണ് അദ്ദേഹം. 1000 കൃതജ്ഞത ഞാൻ അതിനുവേണ്ടി അർപ്പിക്കുകയാണ്. അതേ പ്രാപ്തി തന്നെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സഫിയ ടീച്ചർക്കുമുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ പെൻഷനാവുകയല്ല. ഇതുവരെ അവർക്ക് ചെയ്യാനൊരു ലിമിറ്റ് ഉണ്ട്, ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ എന്നുള്ളത്. എന്നാൽ ഈ അനന്തമായ സ്ഥലത്ത് അവരെ തുറന്നു വിടുകയാണ്. യഥാർത്ഥത്തിൽ അവർ യൗവനത്തിലേക്ക് മാറുകയാണ്. ഇനി ഏത് മേഖലയും തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള അവസരം ലഭ്യമാവുകയാണ്. അതുകൊണ്ട് സമൂഹം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവരെ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് സമൂഹത്തിന് ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് 2 പേർക്കും 1000 ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. അടുത്തതായി മുബാറക് മാഷ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, അവരുടെ സ്കൂൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഏതാണ്ട് വിശദീകരിച്ചു. 1-2 കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് റിട്ടയർമെന്റ് ദിവസം കൂടി അവർ വളരെ പ്ലാൻഡ് ആവും ജീവിതത്തിൽ. പിറ്റേ ദിവസം തൊട്ട് അവരുടെ ദിനചര്യകളൊക്കെ സ്വാഭാവികമായി മുടങ്ങിപ്പോകും. രാവിലെ കുളിച്ചു പോവേണ്ട ആവശ്യമില്ല, ഒന്ന് ഒരുങ്ങി പോവേണ്ട ആവശ്യമില്ല.
അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ചടപ്പ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായി എനിക്ക് അവരോട് പറയാനുള്ളത്, വെറുതെ ഇരിക്കരുത്. പഴമക്കാർ പറയലുണ്ട്, വെറുതെ ഇരുന്നാൽ വെറുതെയാവും. അങ്ങനെ വെറുതെയാവുന്നൊരു തടിയായി മാറ്റരുത്. 56 വയസ്സ് എന്ന് പറയുന്നതൊക്കെ ഗവൺമെന്റിനെ കണക്കിനുള്ള കേവലം ചില അക്ഷരങ്ങൾ മാത്രമാണ്. മറിച്ച് ഇനിയും എത്രയോ കാലം ആരോഗ്യത്തോടു കൂടി അവർക്ക് സമൂഹത്തിൽ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ ഗുണകരമായ മേഖലകളിൽ ആരോഗ്യകരമായി ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സമയവും അറിവും ഇത്രയും കാലത്തെ ജീവിതത്തിലൂടെ നേടിയെടുത്ത തിരിച്ചറിവും സമ്പത്തുണ്ടെങ്കിൽ അതും അങ്ങനെ എല്ലാം പൊതുസമൂഹത്തിന് നന്മയ്ക്ക്, പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ നല്ല നല്ല ജീവിതക്രമങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നെറ്റിയിലെ വിയർപ്പിന്റെ അവസാന കണവും നെറ്റിയിൽ നിന്ന് മാറുന്നത് വരെ ആത്മാർത്ഥമായി പൊതുസമൂഹത്തിന്റെ സേവനത്തിനായി ജീവിതം സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഭാവി ഐശ്വര്യങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മുബാറക് മാഷ്. മുനീർ മാഷ് 2 വാക്കിൽ ആശംസ അറിയിക്കും. കൂടുതലായി പറയുന്നില്ല. 2 പേർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ. ഉബൈദ് സാഹിബ്, ഷഫീഖ് മാസ്റ്ററുടെ പ്രിയപ്പെട്ട അനിയൻ ഉബൈദ് സാഹിബ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാൻ മാഷിൻ്റെ പ്രൊഫഷണൽ അക്കോംപ്ലിഷ്മെൻ്റ് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വ്യക്തിജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാഷെ തൊട്ട അനിയൻ എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥാപനത്തിനും നാടിനും വേണ്ടി മാഷ് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൽ കൂടുതലാണ് കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞങ്ങളൊക്കെ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ എത്തിപ്പെട്ട മേഖലകളിലും മാഷിൻ്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാഷിന് എല്ലാവിധ ദീർഘായുസ്സും ആയുരാരോഗ്യവും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം സഫിയ ടീച്ചർക്കും ഒരു സന്തോഷപൂർണ്ണമായ റിട്ടയർമെന്റ് ലൈഫ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സാർ. അടുത്തായി ദീർഘകാലം സഹപ്രവർത്തകയായിരുന്ന മേരി ടീച്ചർ 2 വാക്ക്. വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ, ഈ യാത്രയപ്പ് സമ്മേളനത്തോടനുബന്ധിച്ച് എനിക്കും വേദി പങ്കിടാൻ ദൈവം അവസരം ഒരുക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇന്ന് യാത്രയപ്പ് നൽകുന്ന പ്രിയ ഷഫീഖ് മാഷിനോടും സഫിയ ടീച്ചറോടും ഒരുമിച്ച് ദീർഘകാലം പ്രവർത്തിക്കാൻ എനിക്കും സാധിച്ചു. അതെൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ആ നല്ല നാളുകൾ, ആ നല്ല അനുഭവങ്ങളൊക്കെയും എന്നും ഓർമ്മകളായി മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഈ സ്കൂളിനെ ഇത്രത്തോളം ഉയർത്തിയ, നാടിൻ്റെ വിദ്യാലയമാക്കി ഉയർത്തിയ അതിൽ പ്രിയ ഷഫീഖ് മാഷ്ക്കും സഫിയ ടീച്ചർക്കും പ്രധാന പങ്ക് വളരെയധികം പ്രശംസനീയമാണ്. സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ അധ്വാനവും പ്രയത്നവും ഒക്കെ വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. എല്ലാ മേഖലകളിലും മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.